അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്നത്തെ വിഷയം 4 തരം സ്ത്രീകളെ വിവാഹം ചെയ്യരുത് എന്ന ഉപദേശമാണ്. മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം ഒരു കടൽ തീരത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭം സായിഹുൽ അസ്ദി റളിയല്ലാഹു അൻഹു മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ഇല്യാസ് നബി അലൈഹിസ്സലാമിനോട് സായിഹുൽ അസ്ദി റളിയല്ലാഹു അൻഹു ഒരു ഉപദേശം തേടി. ഇല്യാസ് നബി അലൈഹിസ്സലാം സായിഹുൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ, നീ വിവാഹം ചെയ്യുക. അത് പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്താണ്. നീ വിവാഹിതനാവുക എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇല്യാസ് നബി അലൈഹിസ്സലാം പറയുകയാണ്, 4 തരം സ്ത്രീകളെ നീ വിവാഹം ചെയ്യരുത്. ലാ തൻകിഹ് അർബാൻ അൽ മുഖ്തലിയതു വൽ മുബാരിയതു വൽ ഹായിറതു വന്നാശിസ്. 4 വിഭാഗം സ്ത്രീകളെ നീ വിവാഹം ചെയ്യരുത്. മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം സായിഹുൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുകയാണ്. ഏതാണ് ആ 4 തരം സ്ത്രീകൾ? ലാ തൻകിഹ് അർബാൻ, 4 തരം സ്ത്രീകളെ നീ വിവാഹം ചെയ്യരുത്. അതിൽ ഒന്നാമത്തേത് അൽ മുഖ്തലിയ. മുഖ്തലിയ എന്ന് പറഞ്ഞാൽ ന്യായമായ കാരണമില്ലാതെ എന്നെ ഒഴിവാക്കി തരൂ എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന സ്ത്രീകൾ. അങ്ങനെയുള്ള സ്ത്രീകളെ നീ വിവാഹം ചെയ്യരുത്. രണ്ടാമത്തേത് വൽ മുബാരിയ. മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം ഉപദേശിക്കുകയാണ്, വൽ മുബാരിയ. മുബാരിയ എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖ സൗകര്യങ്ങൾ കൊണ്ട് മറ്റ് സ്ത്രീകൾക്ക് മുമ്പിൽ മേന്മ നടിക്കുന്ന സ്ത്രീ എന്നാണ്. ഭൗതിക സുഖ സൗകര്യങ്ങൾ കൊണ്ട് മറ്റ് സ്ത്രീകൾക്ക് മുമ്പിൽ മേന്മ നടിക്കുന്ന സ്ത്രീകൾ, അഹങ്കാരത്തോടുകൂടി ഗർവോടുകൂടി മറ്റുള്ള സ്ത്രീകളോട് മേന്മ പറയുന്ന സ്ത്രീകൾ, ആ സ്ത്രീയെയും നീ വിവാഹം ചെയ്യരുത് എന്ന് മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം ഉപദേശിക്കുകയാണ്. മൂന്നാമത്തെ വിഭാഗം വൽ ഹായിറത്തു. ആഹിറത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാർ കൂട്ടുകാരായിട്ടുള്ള സ്ത്രീകൾ. അതായത് ഇക്കാലത്ത് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ, അതായത് അന്യപുരുഷന്മാരുമായി കൂട്ടുകൂടുന്ന സ്ത്രീകൾ, അന്യപുരുഷന്മാരുമായി സമ്പർക്കമുള്ള ആ രീതിയിൽ ഇടപഴകുന്ന സ്ത്രീകൾ, അവരെയും നീ വിവാഹം ചെയ്യരുത് എന്ന് മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം. നാലാമത്തേത് ലാ തൻകിഹ് അർബാൻ അൽ മുഖ്തലിഅതു വൽ മുബാരിയതു വൽ ഹായിറതു വന്നാശിസ്. നാലാമത്തേത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഭർത്താവിനേക്കാൾ മേലെയാകാൻ ശ്രമിക്കുന്ന സ്ത്രീ. ഒരു വാക്ക് സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ തൻ്റെ ഭർത്താവിനേക്കാൾ മേലെയാകാൻ ശ്രമിക്കുന്ന സ്ത്രീ. അങ്ങനെയുള്ള സ്ത്രീകളെയും, അത് അഹങ്കാരിയായ സ്ത്രീയാണ്, ആ സ്ത്രീയെയും നീ വിവാഹം ചെയ്യരുത് എന്ന് മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം സായിഹുൽ അസ്ദി എന്ന ആ തൻ്റെ ശിഷ്യനോട് ഉപദേശം കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ കുടുംബം നോക്കണം, തറവാട്ടുത്വം നോക്കണം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഓരോ കുടുംബവും എങ്ങനെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ, ആ കുടുംബത്തിലുള്ളവർ എങ്ങനെയാണ് എന്ന് വിലയിരുത്തുമ്പോൾ
വിവാഹിതയാകാൻ പോകുന്ന സ്ത്രീയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാജസയ്യിദായ ഉടമസ്ഥനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സ്ത്രീകളെ അള്ളാഹു സ്വാലിഹത്തായ ഇണകളാക്കി അള്ളാഹു കബൂലാക്കുകയും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നവരാക്കി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.